ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. അതിഥി തൊഴിലാളികൾ കൂലി വർദ്ധിപ്പിച്ചെന്ന പരാതിയുമായി എരുമപ്പെട്ടി കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. അതിഥി തൊഴിലാളികളുടെ നിസ്സഹകരണം നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കിയെന്നും കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ പഞ്ചായത്തുകളുടെ വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് അതിഥി തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. നിർമ്മാണ മേഖലയിലെ ഹെൽപ്പർ വിഭാഗത്തിലുള്ള അതിഥി തൊഴിലാളികളാണ് കൂലി സ്വയം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നിർമ്മാണ മേഖലയിലെ ഒരു തൊഴിലാളിക്ക് 840 രൂപ കൂലിയും ഭക്ഷണവുമാണ് ലേബർ ഓഫീസിൽ നിന്നും നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ 900 രൂപയും ഭക്ഷണവും കരാറുകാർ നിലവിൽ നൽകുന്നുണ്ട്. എന്നാൽ 1200 രൂപയും ഭക്ഷണവും വേണമെന്നാണ് അതിഥി തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ഈ കൂലി നൽകിയാൽ കെട്ടിട നിർമ്മാണങ്ങൾ കരാറെടുത്തവർക്ക് ഭീമമായ നഷ്ടം സംഭവിക്കുമെന്നാണ് CWSA ഭാരവാഹികൾ പറയുന്നത്. സാഹചര്യം മൂലം രൂക്ഷമായ വിലക്കയറ്റമാണ് നിർമ്മാണ സാമഗ്രികൾക്ക് മുഴുവൻ. ആ സാഹചര്യത്തിൽ നമ്മളെ നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതിനിടയിലാണ് ഇവർ അതിഥി തൊഴിലാളികൾ ആഴ്ചയിൽ വിലവർദ്ധനമാണ്, കൂലി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ വലിയൊരു പ്രതിസന്ധിയിലാണ് ചെറുകിട കരാറുകാർ. അപ്പോ നമ്മൾ ലേബർ ഓഫീസർക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും അതുപോലെ പോലീസ് മറ്റുള്ള എല്ലാവരെയും നമ്മൾ അറിയിച്ചിട്ട് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഒരു ഏകീകൃത കൂലി 900 രൂപ പ്ലസ് ഭക്ഷണം, അങ്ങനെ ഒരു ഏകീകൃത കൂലി. അതുപോലെ ഹെൽപ്പർക്ക് മെയ്സന് 1150 രൂപ. ആ ഒരു ലെവലിലേക്ക് ഏകീകൃത കൂലിയായിട്ടാണ് നമ്മളെല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. ബോർഡുകൾ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് ഞങ്ങൾ ശക്തമായിട്ട് ആ തീരുമാനത്തിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 1200 രൂപയാണ് ഒരു മെയിൽ പണിക്കാരന്റെ കൂലി. പുരുഷ ഹെൽപ്പർമാർക്ക് 900 രൂപയും സ്ത്രീ ഹെൽപ്പർമാർക്ക് 700 രൂപയും ഇതോടൊപ്പം ഭക്ഷണവും നൽകുന്നുണ്ട്. എന്നാൽ വർക്ക് സൈറ്റിലെത്തുന്ന തൊഴിലാളികൾ അധിക കൂലി നൽകാത്തതിനാൽ തൊഴിലെടുക്കാതെ മടങ്ങിപ്പോകുകയാണ്. അതിനാൽ നിർമ്മാണ മേഖല സ്തംഭനാവസ്ഥയിലാണെന്നും കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. നമ്മുടെ ഈ നിർമ്മാണ മേഖലയില് എല്ലാ സാധനങ്ങൾക്കും വില കൂടിയിരിക്കുന്ന സമയത്ത് നമ്മുടെ സാധാരണ ചെറുകിട കോൺട്രാക്ടർമാരൊക്കെ വളരെ കഷ്ടത്തിലാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇവിടുത്തെ അതിഥി തൊഴിലാളികൾ ഓരോ ആഴ്ചയിലും അവർ കൂലി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളെപ്പോലുള്ള ഒരു ചെറുകിട കോൺട്രാക്ടർമാർക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. നമ്മൾ പഞ്ചായത്ത് അധികാരികളും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും അതുപോലെ ലേബർ ഓഫീസൊക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതിന് കൂലിയുടെ കാര്യത്തിൽ ഒരു ഏകീകൃത തീരുമാനം ഉണ്ടാവേണ്ടതാണ് എന്നുകൊണ്ടാണ് നമ്മളിങ്ങനെ അവരായിട്ട് നമ്മൾ നേരിട്ട് അവരെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ തീരുമാനമായിട്ട് മുന്നോട്ട് പോണത്. ലേബർ ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും എരുമപ്പെട്ടി പോലീസിലും അസോസിയേഷൻ പരാതി നൽകിയിട്ടുണ്ട്. You are watching VCV News.